ഇന്ന് തിരുസഭ പരമപരിശുദ്ധ ത്രിത്വേക ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവം തൻ്റെ നാമം കർത്താവാണെന്നും ദൈവം കാരുണ്യവാനും കൃപാനിധിയുമാണെന്നും കോപിക്കുന്നതിൽ വിമുഖൻ ആണെന്നും സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ എന്നും വെളിപ്പെടുത്തുന്നു. നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിക്കുവാനും നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമായി സ്വീകരിക്കുവാനും നമ്മൾക്ക് ദൈവത്തോട് യാചിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നാം സന്തോഷിക്കുവാനും നമ്മളെ തന്നെ നവീകരിക്കുവാനും ഏകമനസ്കർ ആയിരിക്കുവാനും സമാധാനത്തിൽ ജീവിക്കുവാനും തന്നെ. അപ്പോൾ ത്രിത്വേക ദൈവത്തിൻ്റെ വാസം നമ്മളിൽ ഉണ്ടാകും. അതിനായി നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ അല്ല, യേശു വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പിതാവായ ദൈവത്തോട് നമുക്കുള്ള സ്നേഹം വർദ്ധിപ്പിക്കാം. പുത്രനായ ദൈവം രക്ഷകനാണ്. യേശുവിനോടുള്ള സ്നേഹവും ആഴപ്പെടുത്താം. പരിശുദ്ധാത്മാവായ ദൈവം സഹായകനാണ്, നമ്മളോടൊപ്പം എപ്പോഴുമുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവം എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും നന്മ ചെയ്യുവാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും 50 പ്രാവശ്യം പ്രാർത്ഥിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ത്രിത്വേക ദൈവത്തിന് മഹത്വം നൽകാം. സ്വർഗം സന്തോഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്.